പ്രായാധിക്യം കൊണ്ടും വയസ്സായി പോയെന്ന് പറഞ്ഞും ഇനി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് കുറേ പേരെ പിണറായി വിജയൻ മാറ്റി. അദ്ദേഹത്തിന് ഇളവ് കിട്ടി. പ്രായാധിക്യമുണ്ടെങ്കിലും ചുറുചുറുക്കോടെ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കിട്ടി. തോമസ് ഐസക്കിന് പ്രായമായിപ്പോയി, 2 പ്രാവശ്യം മന്ത്രിയായി, ഇനി വേണ്ട. ശൈലജ ടീച്ചർ ഇനി വേണ്ട. MLA എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചറിനെയും പരീക്ഷിച്ചു, അല്ല മന്ത്രി എന്നുള്ള നിലയിൽ വേണ്ട. G. സുധാകരൻ ഇനി ആവശ്യമില്ല. അങ്ങനെ വളരെ രസകരമായി ഇവരെല്ലാം മാറ്റി. എന്നാൽ തോമസ് ഐസക്ക് വെറുതെ ഇരുന്നോ? അദ്ദേഹം വിജ്ഞാന കേരളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ കേരളം മുഴുക്ക എന്നും ചുറ്റി നടക്കും. അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും കൂടുതൽ ചെയ്തത് ജനകീയാസൂത്രണവും വേസ്റ്റ് മാനേജ്മെന്റും മറ്റു കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആകണമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമാണ്. ഞാൻ ആദ്യമേ അദ്ദേഹത്തിനോട് ഒരു ദിവസം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാവും ആദ്യം. അന്ന് ഈ ഗ്രൂപ്പ് VSന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ഗ്രൂപ്പ് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പിണറായിയുടെ ആയിട്ടുള്ള ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ജനകീയാസൂത്രണത്തിനൊക്കെ ഒരു ലെവലിൽ എത്തിച്ചതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇത് പെട്ടെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായി മുഖ്യമന്ത്രിയാവാൻ നോക്കിയതാണ്. പക്ഷെ അത് നടന്നില്ല, സമ്മതിച്ചില്ല, പിണറായി സമ്മതിച്ചില്ല. അപ്പോൾ കാര്യം കണ്ണൂരിൽ നിന്ന് തന്നെ അടുത്ത മുഖ്യമന്ത്രി വരട്ടെ എന്നുള്ളത് എന്താണെന്നറിയില്ല. എന്തായാലും കുറച്ച് ഷൈൻ ചെയ്ത് വന്നപ്പോൾ കിഫ്ബിയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷൈൻ ചെയ്തപ്പോൾ തോമസ് ഐസക്കിനെ ഒഴിവാക്കി. ഐസക്ക് ഒരു പരിപാടി ചെയ്തു. അമേരിക്കയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പോകുന്ന സമയത്തൊക്കെ ചാർജ് കിട്ടുമെന്നൊക്കെ നോക്കി. എന്തായാലും അതും നടന്നില്ല. തോമസ് ഐസക്ക് പിക്ചറിൽ നിന്ന് അപ്പം അങ്ങ് ഔട്ടായി. പക്ഷെ ഇന്നിപ്പോൾ പാലക്കാട് തോമസ് ഐസക്ക് ഈ തൃത്താല പഞ്ചായത്തിൻ്റെ നമ്മുടെ ഇയാളുടെ MP രാജേഷിൻ്റെ മണ്ഡലത്തിൽ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, സുസ്ഥിര തൃത്താല എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോയതാണ്. അവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. MP രാജേഷും കൂടെ ഉള്ള പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, മോശപ്പെട്ടിട്ടാണെങ്കിൽ ഇടിച്ചു കളയണമായിരുന്നു. സിമ്പിളല്ലേ? എന്തിനാണ് ഇതിനകത്ത് വീണ ജോർജിനെ പോലുള്ളൊരു മന്ത്രി ഇത്രയും തലങ്ങും പിളങ്ങും ആലോചിക്കുന്നത്? ഐസക്ക് പറഞ്ഞു ഇടിച്ചു കളയണം. ഇടിച്ചു കളഞ്ഞില്ലെങ്കിലും ഇത് ഉപയോഗശൂന്യമാണ്, ഇന്ന പാർട്ടിയിലേക്ക് പോകരുത്, കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചുമന്ന ബാനർ കെട്ടി, ഒരു ചുമന്ന റിബൺ കെട്ടി ക്ലോസ് ചെയ്യാമായിരുന്നു. അത് ചെയ്യാമല്ലോ. പൊളിഞ്ഞ ഭാഗം നോക്കി അത് ചെയ്യണ്ടേ? അപ്പം അതുപോലും ചെയ്യാതെ ആള് മരിച്ചു. അപ്പോഴാണ് തോമസ് ഐസക്ക് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇനി ശൈലജ ടീച്ചറിന് കൂടി മുഖ്യമന്ത്രിയാകാനുള്ള എന്തെങ്കിലും പ്രശ്നം കണ്ണൂരിൽ നിന്നുണ്ടായാൽ തെക്ക് നിന്ന് വരുന്ന തെക്കൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഡോക്ടറേറ്റുള്ള 2 പ്രാവശ്യം ധനകാര്യമന്ത്രിയായിരുന്ന, നേരത്തെ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന, ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധമുള്ള വളരെ വലിയ തോതിലുള്ള ഒരു സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ തോമസ് ഐസക്. അപ്പോൾ തീർച്ചയായിട്ടും ഐസക്കിന് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ കഴിവുമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു. നമുക്കിനി അതിന് സംശയമില്ല, തോമസ് ഐസക്ക് മുഖ്യമന്ത്രിയാകാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിക്കകത്തും ചില പണികൾ തുടങ്ങിയെന്നാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത്, പിണറായി നയിച്ചാലും പിണറായി വരണമെന്ന് നിർബന്ധമില്ല മുഖ്യമന്ത്രിയായി. MA ബേബി പറഞ്ഞു, പിണറായി നയിക്കുമെന്ന് പറയാൻ അധികം ബുദ്ധിമുട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ, പക്ഷേ മുഖ്യമന്ത്രി ആരെന്ന് പറയുന്നത് പിന്നെ തീരുമാനിക്കും പാർട്ടി എന്ന് MA ബേബിയും പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോൾ CPM ആണ്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല, ഞങ്ങൾ പലതും ചെയ്യും, പലതും കാണിക്കും, പക്ഷെ ഞങ്ങൾക്കിതറിയില്ലെങ്കിലും തോമസ് ഐസക്കിന് MP രാജേഷിന് ഇതറിയാം. ഒരു കുറുമുന്നണി വരുന്നുണ്ട്. MP രാജേഷ് ബാലഗോപാൽ പക്ഷെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് അടുത്ത, അതുകൊണ്ട് ഇതിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഒരു ചെറിയ മുന്നണി വരുന്നുണ്ട്. ആ മുന്നണിയിൽ തോമസ് ഐസക്ക് തന്നെ അത് നയിക്കും. അങ്ങനെ KR ഗൗരി നയിക്കും, കേരള നാട്ടിൽ KR ഗൗരി നമ്മെ നയിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി തോമസ് ഐസക്ക് നമ്മെ നയിക്കട്ടെ. അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. നമുക്ക് കാത്തിരുന്ന് കാണാം. തോമസ് ഐസക്ക് ആരെയും തലയും മുറുക്കി കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇതാ വരുന്നു. നേരത്തെ വിജ്ഞാന കേരളമായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ തീർക്കുവാനുള്ള പുതിയ പ്രസ്താവനകളുമായി വന്നിരിക്കുന്നു. എന്തേ പൊളിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു കളയാത്തത്, പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിടം പൊളിച്ചു കളയാത്തത് എന്താ, അല്ലെങ്കിൽ അങ്ങോട്ട് ആരെയും വിടാത്തത് എന്താന്നുള്ള ചോദ്യം നമ്മളോടല്ല, വീണയോടാണ്. അപ്പോൾ പിണറായിയോടാണ്. പിണറായി അമേരിക്കയിൽ പോയി തക്കം നോക്കി ഐസക്ക് ഇറങ്ങിയത്. തീർച്ചയായിട്ടും പണിയും കൈകാര്യം ചെയ്യാം. നമ്മുടെ പിണറായി അങ്കിൾ അല്ലെങ്കിൽ കപ്പിത്താൻ ഒന്ന് വന്നോട്ടെ എന്നാണ് വീണ ജോർജ് പറയുന്ന കരക്കമ്പി.